പമ്പയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് ഹൈക്കോടതി. സാമ്പത്തിക വരവ് ചെലവുകളുടെ കണക്ക് ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിഷ്ണു സുരേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഈ അയ്യപ്പ സംഗമത്തിനെതിരായിരുന്നു ഹർജി. അതിൽ കുറേയേറെ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ഒക്കെ ആരാഞ്ഞിരുന്നു. ഒടുവിൽ അയ്യപ്പ സംഗമത്തിന് അനുമതി, അല്ലെങ്കിൽ അത് തടയുന്നില്ല കോടതി, അല്ലേ? ഗൂഗിൾ ഒടുവിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. 3 ഹർജികളാണ് ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്ത് ഹൈക്കോടതിയിൽ വന്നത്. അതിൽ പ്രധാനമായി അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്, ഒന്ന്, പമ്പയിൽ ഇത് നടത്തുന്നതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ്, വനംവകുപ്പ് ചട്ടം. മറ്റൊന്ന്, ഒരു മതേതര സർക്കാരിന് എങ്ങനെയാണ് ഒരു അയ്യപ്പ സംഗമം നടത്താനാകുക, ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കാനാകുക എന്നൊരു ചോദ്യം. ഒപ്പം ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് നിലനിന്ന അവ്യക്തതകൾ. ഈ 3 കാര്യങ്ങളിൽ വിശദമായ വാദം ഇന്നലെ തന്നെ നടത്തിയിരുന്നു. സംസ്ഥാന സർക്കാരാകട്ടെ ഈ 3 കാര്യങ്ങളിലും കൃത്യമായ മറുപടി നൽകിയിരുന്നു. സ്പോൺസർഷിപ്പ് ആരോടും നിർബന്ധിച്ച് വാങ്ങുന്നില്ല, മറിച്ച് ആളുകൾ സ്വമേധയാ നൽകുന്ന പണമാണ് ഉപയോഗിക്കുന്നത്. അത് ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മാസ്റ്റർ പ്ലാൻ അടക്കം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ആ പണം ഉപയോഗിക്കുക. അതല്ലാതെ ഇതിനൊരു കച്ചവട താല്പര്യമില്ല എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. കൃത്യമായ കണക്കുകൾ ഇതിനുണ്ട്, അതിനുവേണ്ടി പ്രത്യേക അക്കൗണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതിയെ ഇന്നലെ പറഞ്ഞിരുന്നു. ഹൈക്കോടതി ഇന്നലെ ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് സംശയം ഉയർത്തിയിരുന്നത്. പക്ഷേ അത് നിലവിൽ സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് പമ്പാ തീരത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച ഇത്തരത്തിൽ ഒരു അയ്യപ്പ സംഗമം നടത്താമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. സാമ്പത്തിക വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി അറിയിക്കണം, അത് ഉറപ്പാക്കണം. അതിനൊരു പക്ഷേ ഓർഡറിന്റെ പകർപ്പ് പുറത്തു വന്ന ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, കോടതിയുടെ നിരീക്ഷണമൊക്കെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. സാധാരണ അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുത് എന്നൊരു നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തുമുണ്ട്. പ്രത്യേകിച്ച് ഈ പരിപാടി നടക്കുന്ന 19-20 ദിവസങ്ങളിൽ അവിടെ സാധാരണക്കാരായ അയ്യപ്പ ഭക്തരെത്തും. 3000-ഓളം ആളുകളാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അതിന് പുറമെ അവിടെ എത്തുന്ന സാധാരണക്കാരായ ഭക്തർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ അയ്യപ്പ സംഗമം വഴി ഉണ്ടാകരുത്. അവർക്ക് കൃത്യമായി സന്നിധാനത്തെത്താനും ഈ അയ്യപ്പനെ കണ്ട് തൊഴാനും ഉള്ള സാഹചര്യമൊക്കെ ഉണ്ടാകണം. അതിന് ഒരു തരത്തിലുള്ള ഭംഗവും വരുത്തരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പരിപാടി നടത്തണമെന്നുള്ളതാണ്. നേരത്തെ ഈ ഹർജിക്കാരിൽ ഒരാൾ ആവശ്യം ഉന്നയിച്ചത് വനം വകുപ്പിന്റെ അനുമതി അടക്കം വേണം. പമ്പ അത്തരത്തിലൊരു പ്രദേശമാണ്, പരിസ്ഥിതി പ്രദേശമാണ്. അതുകൊണ്ട് വനംവകുപ്പ് അനുമതി വേണം. നേരത്തെ പരിപാടി നടത്തുന്ന വനംവകുപ്പ് അനുമതി നിഷേധിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹർജിക്കാർ മുന്നോട്ട് വെച്ചെങ്കിലും പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച് ഈ പന്തലടക്കം ഇടുന്നതിൽ ഒരു ശ്രദ്ധ പുലർത്തണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന് ആശ്വാസമാണ്, മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ഇനി വളരെ സുഗമമായി തന്നെ ഇതിന്റെ മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കാനാകും. നേരത്തെ തന്നെ ഹൈക്കോടതി ഇന്നൊരു സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിൽ ഈ സ്പോൺസർഷിപ്പ് എങ്ങനെയാണ് നടത്തുന്നത്, അതോടൊപ്പം തന്നെ ഈ പരിപാടി എങ്ങനെയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്, എത്തുന്ന ആളുകളുടെ എണ്ണം, അവരെ ക്ഷണിക്കുന്ന മാനദണ്ഡം, ആ കാര്യങ്ങൾക്ക് ഒരു വിശദമായ റിപ്പോർട്ട് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് അടക്കം വരും ദിവസങ്ങളിൽ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് പച്ചക്കൊടി അത് നടക്കാൻ പോകുന്നു. സെപ്റ്റംബർ 20-ാം തീയതി അത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള 3 ഹർജിയും ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. അങ്ങനെയാണ് നിലവിൽ ഈ 20-ാം തീയതി തന്നെ ഇത് നടത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പമ്പയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കണം. മറ്റൊന്ന്, ഈ വരവ് ചെലവ് കണക്കുകളാണ്. സ്പോൺസർഷിപ്പിന്റെ കൃത്യമായ കണക്ക് ഉണ്ടാകണം. ഒപ്പം മൂന്നാമത്തേത്, ഈ മറ്റ് ഭക്തരുടെ, സാധാരണക്കാരായ ഭക്തരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടരുത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്, ദേവസ്വം ബോർഡിന് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. വലിയ വിമർശനങ്ങൾ, രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. നേരത്തെ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുന്നു എന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. എന്താണ് അതിന്റെ കാരണം? അത് രാഷ്ട്രീയ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടിയാണെന്നൊക്കെ ആ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതുകൊണ്ട് ഇത് നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു. ഇനി സംസ്ഥാന സർക്കാരിന് സുഗമമായി, മറ്റ് തടസ്സങ്ങളില്ലാതെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗോകുൽ, വിഷ്ണു, വിശദമായി ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ആരിൽ നിന്നൊക്കെയാണ് ഈ പണം സ്പോൺസർഷിപ്പായി വാങ്ങാൻ പോകുന്നത്, സർക്കാരിൻ്റെ റോൾ എന്താണ്, ദേവസ്വം ബോർഡല്ലേ ഈ ഇത് സംഘടിപ്പിക്കുന്നത്, അവിടെ സർക്കാരിൻ്റെ റോൾ എന്താണ്, അങ്ങനെ ഓരോ കാര്യത്തിലും വിശദമായ ഒരു വാദത്തിന് ശേഷമാണ് ആ കാര്യത്തിലൊക്കെ സർക്കാർ മറുപടി നൽകി. അതൊക്കെ ബോധ്യപ്പെടുത്താനായി കോടതി എന്നത് ഇനി സർക്കാരിന് ദേവസ്വം ബോർഡിന് അവകാശപ്പെടാമെങ്കിലും ഏറ്റവും ഒടുവിൽ വരുന്ന ഈ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വാക്കാൽ പരാമർശങ്ങളിലാവാം സാധാരണ അയ്യപ്പ ഭക്തരുടെ
അവകാശങ്ങൾ ഹനിക്കരുത് എന്ന ശ്രദ്ധേയമായ ഒരു സൂചനയുണ്ടല്ലോ. അത് മുമ്പ് തന്നെ ഹൈന്ദവ സംഘടനകളും ഒപ്പം ആചാര സംരക്ഷണ സമിതിയും ഒക്കെ ഇന്ന് ആരോപിച്ചൊരു കാര്യമാണ്. 3000 പേർ പുറത്തുനിന്ന് ഈ അയ്യപ്പ സംഗമത്തിനായി എത്തുമ്പോൾ അവിടെ ഈ മാസപൂജയ്ക്കായി എത്തുന്ന ദർശനത്തിനായി എത്തുന്ന ആളുകളുടെ എണ്ണം വെർച്വൽ ക്യൂ ബുക്കിങ്ങിൽ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു സർക്കാർ. അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ അതിൽ പ്രതിഷേധമുണ്ടാകും, അതിനെ എതിർക്കും എന്നൊരു പ്രതികരണം ഇന്ന് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ കരുതലോടെ എല്ലാവിധ സംവിധാനങ്ങളും കുറെ കൂടി ഉറപ്പാക്കിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള പരാതികൾക്ക് ഇടവരാത്ത ഒരു സംഘാടനം ഉറപ്പുവരുത്തേണ്ട ബാധ്യതയിലേക്കൂടെ പോവുകയല്ലേ? ഗോകുൽ, ഇന്നലെ തന്നെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഹൈക്കോടതി വളരെ കൺസേൺഡ് ആയി തന്നെ ചോദിച്ചിരുന്നു, ഈ എത്തുന്ന 3000 പേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പ്രിവിലേജുകൾ ഉണ്ടോ, സന്നിധാനത്തേക്ക് പോകുന്നതിനടക്കമുള്ള പ്രിവിലേജുകൾ ഉണ്ടോ, അത് ഏതെങ്കിലും തരത്തിൽ പമ്പയിലെത്തുന്ന സാധാരണക്കാരായ ഭക്തരുടെ അവകാശങ്ങളെ ഹനിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇന്നലെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രിവിലേജും ഈ എത്തുന്ന 3000-ഓളം വരുന്ന അയ്യപ്പ സംഘത്തിന്റെ ഭാഗമാകാൻ എത്തുന്ന ആളുകൾക്കില്ല എന്നാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ മറുപടി. ഈ സാധാരണക്കാർ ഭക്തരുടെ ഒരു തരത്തിലുള്ള അവകാശങ്ങളും ഹനിക്കപ്പെട്ടില്ല. അവർക്ക് സുഗമമായി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. എങ്ങനെയാണോ സാധാരണ രീതിയിൽ ശബരിമല നട തുറക്കുമ്പോൾ സാധാരണക്കാരായ ഭക്തർ എത്തുന്നത്, അതുപോലെ തന്നെ അവർക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ഘട്ടത്തിലും എത്തി തൊഴുത് തിരിച്ചു മടങ്ങാമെന്ന് അവർ പറഞ്ഞിരുന്നു. ഈ ഹൈന്ദവ സംഘടനകളടക്കം ഇത്തരത്തിലൊരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ കൂടി പുറത്തു വന്നൊരു വാർത്തയുണ്ട്. ഈ വിർച്വൽ ക്യൂയുമായി ബന്ധപ്പെട്ട് ഏകദേശം ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വിർച്വൽ ക്യൂ ബ്ലോക്ക് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അതിനെല്ലാം ദേവസ്വം ബോർഡ്, ദേവസ്വം പ്രസിഡന്റ് തന്നെ ഇന്ന് തള്ളിയിരുന്ന അങ്ങനെ ഒരു സാഹചര്യമില്ല എന്ന അതേ മറുപടി തന്നെയാണ് ഇന്നലെയും ദേവസ്വം ബോർഡ് ആവർത്തിച്ചത്. ഇന്ന് ഈ വിധി പറയുന്ന ഘട്ടത്തിൽ അത് ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയായിരുന്നു. സാധാരണക്കാരായ ഭക്തരുടെ അവരുടെ കാര്യങ്ങളിൽ ഒരു ഭംഗവും വരുത്തരുത്, ഒരു VIP പരിഗണനയും ആർക്കും നൽകരുതെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ഒരു സിനിമാ നടൻ അവിടെ എത്തി പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന നൽകിയതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിഗണനയും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന ആളുകൾക്ക് സന്നിധാനത്ത് നൽകേണ്ടതില്ല എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ അത് കൃത്യമായി പാലിക്കുമെന്ന് തന്നെ ഇന്നലെ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തടസ്സവാദങ്ങൾ, ഗുരുതരമായ തടസ്സവാദങ്ങളാണ് ഉന്നയിച്ചത്. ഒരു മതേതര സർക്കാരിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ടുള്ളൊരു ആഗോള അയ്യപ്പ സംഗമം നടത്താനാകുക? മറ്റൊന്ന്, ഈ സ്പോൺസർഷിപ്പ് അത് എങ്ങനെയാണ് മറ്റു വികസന പ്രവർത്തനങ്ങൾക്ക്, അയ്യപ്പന്റെ പേരിൽ പിരിക്കുന്ന പണം എങ്ങനെയാണ് മറ്റൊരു വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റുക? ദേവസ്വം ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന ഒരു ആരോപണം ഉണ്ടായി. ഒപ്പം പമ്പാ തീരത്ത് ഇത് നടത്തുന്നതിന് വേണ്ടി വനംവകുപ്പിന് അനുമതി, അത് ചട്ടപ്രകാരം തെറ്റാണെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ 3 ആരോപണങ്ങളും തള്ളുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിലപാട്. ഹൈക്കോടതി ഈ ആഗോള അയ്യപ്പ സംഘം നടത്തുന്നതിന് അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. സർക്കാരിന് ആശ്വാസമാണ്. തീർച്ചയായും ആഗോള അയ്യപ്പ സംഗമവും ഈ മാസം 20-ാം തീയതിയാണ്. ആ സംഗമവുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു വിധിയാണ് കോടതിയിൽ നിന്ന് വരുന്നത്. പക്ഷേ അവിടെ ഇനി എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെക്കുന്നത്? പ്രത്യേകിച്ച് സാധാരണ അയ്യപ്പ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന നിർദ്ദേശം ഇപ്പോൾ തന്നെയുണ്ട്. അത് വിശദമായി ആ വിധി പകർപ്പിലായിരിക്കും ഉണ്ടാവുക. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.